നമസ്കാരം, ഞാൻ മൃണാൾ. ഇത് നാമക്കലിലേക്കുള്ള റോഡാണ്. അപ്പോൾ നാമക്കലിലാണ് നമുക്കറിയുന്ന പോലെ ഇന്ത്യയുടെ പോൾട്രി ഇൻഡസ്ട്രിയുടെ ഒരു ഹാർട്ടും ബ്രെയിനും ഒക്കെ ഇരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഈ പോൾട്രി ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് വളരെ കുഴപ്പം പിടിച്ച കുറേ കാര്യങ്ങൾ കുറേ നാളുകളായിട്ട് കേൾക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ ഹോർമോൺ കുത്തിവെക്കുക, അതുപോലെ ആൻറ്റിബയോട്ടിക്സ് കോഴിയിൽ കുത്തിവെക്കുക, കോഴിക്ക് രോഗം വരാതിരിക്കാനും പെട്ടെന്ന് വളരാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പം അത് കാരണം നമ്മുടെ നാട്ടിലെ കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രായപൂർത്തിയായവരുടെ അത്രയും സൈസിലെത്തുന്നു, അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസസ് കൂടുന്നു. WHO ഒരു ഹെൽത്ത് റിപ്പോർട്ട് ഉണ്ട് അത്രേ, ഇന്ത്യയിൽ ഈ ആൻറ്റിബയോട്ടിക്സ് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. കാരണം ആൻറ്റിബയോട്ടിക്സ് പല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അതൊക്കെ ഈ പോൾട്രി ഇൻഡസ്ട്രിയുടെയും മുട്ട ഇറച്ചി, കോഴിയിറച്ചി, ഇത് രണ്ടിലും ഉള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ നാമക്കലിലേക്ക് പോകുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, നാമക്കലിൽ 100 കണക്കിന് കോഴി ഫാമുകളുണ്ട്. എല്ലാവരും ഈ കുഴപ്പം പിടിച്ച സാധനങ്ങൾ കുത്തിവെക്കുന്നവരും ഒക്കെയാണോ? മനസാക്ഷികൾ ആരുമില്ലേ? ഈ ഇൻഡസ്ട്രീനെ പറ്റി പറയുന്നതൊക്കെ 100% ശരിയാണോ? രണ്ടാമത്തത്, പല വീഡിയോസും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിന് തെളിവായിട്ടുള്ള. അപ്പോൾ വിശ്വസിക്കാവുന്ന തെളിവുകളൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. അത് ഞാൻ കാണാത്തതുകൊണ്ടാണോ എന്താ കുഴപ്പമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ ഇങ്ങനെ വളരെ വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളും ഒന്നുമില്ലാതെ അങ്ങനെയാണോ ഇത് നടക്കുന്നത്? ഇതൊന്ന് കാണാനുള്ള ശ്രമമാണ്, നോക്കാം. ഇവിടേക്ക് വരുമ്പോൾ പ്രതീക്ഷിച്ച പോലെ ഫാമിൽ വലിയ സെക്യൂരിറ്റിയോ നമ്മളെ ചെക്ക് ചെയ്യലോ നമ്മളെ തടയലോ അങ്ങനെയൊന്നുമില്ല. ഈസി ആയിട്ട് കയറിപ്പോവാം ഏത് ഫാമിലേക്ക്. ഇങ്ങനെ ആയിരക്കണക്കിന് കോഴികൾ ഇങ്ങനെ കോൺക്രീറ്റ് കൂടാരങ്ങളിൽ സുഖമായിട്ട് ജീവിക്കുകയാണ്. അവയിടുന്ന കാട്ടം അതിൻ്റെ താഴെ അങ്ങനെ തന്നെ കാണാം, തൊട്ടിട്ടേ ഇല്ല. ഇങ്ങനത്തെ ഒരെണ്ണമൊന്നും അല്ല കേട്ടോ ഫാം. ഇത് റിലേറ്റീവ്ലി ചെറിയ ഫാമാണ്. ഇവിടെ തന്നെ ഇങ്ങനത്തെ 5-8 എണ്ണം ഉണ്ട്. പിന്നെ അവർ കൊടുക്കുന്ന ഫീഡ് അവർ നമുക്ക് കാണിച്ചു തന്നു. അത് സാധാരണ വാങ്ങാൻ കിട്ടുന്ന ഒരു കോഴിത്തീറ്റയാണ്. വേറെ അതിപ്പോൾ നമുക്കും വാങ്ങാം, വേറെ അതിൽ തട്ടിപ്പൊന്നുമില്ല. 100-ൽ കൂടുതൽ കോഴി ഫാമുകളുണ്ട് ഇവിടെ. ഓരോ കോഴി ഫാമിലും ധാരാളം ലക്ഷക്കണക്കിന് എന്ന രീതിയിൽ കോഴികളുണ്ട്. പക്ഷേ അവർ നമുക്ക് പൊട്ടിയ മുട്ട മാത്രമേ അവിടെ നിന്ന് വിൽക്കുകയുള്ളൂ. കാരണം ഈ കോഴി ഫാമുകൾ നടത്തുന്ന ആൾക്കാർ ഇത് വളർത്തുന്നവർ മാത്രമാണ്. ഇത് അവർ മുൻകൂട്ടി കോൺട്രാക്ട് കൊടുക്കുകയാണ് ഏജൻസിന്. നമ്മൾ ഇത്ര കിലോ ഇറച്ചി ഉണ്ടാക്കി തരും, ഇത്ര കോഴികളുണ്ടാവും, അത് നിങ്ങൾ ഇന്ന പോലെ വാങ്ങണം എന്നുള്ളൊരു സംഭവം മുൻകൂട്ടി കോൺട്രാക്റ്റാണ്. കോഴിക്ക് തീറ്റ കൊടുക്കാനുള്ള യന്ത്രമാണ് ആ കാണുന്നത്. ഞങ്ങൾ വരുന്ന 5-ാമത്തെയോ 6-ാമത്തെയോ ഫാമാണിത്. ഇവിടെ ഒന്നും ഒരു മനുഷ്യനുമില്ല, എവിടെയില്ല, ഒരാളുമില്ല. ഓഫീസുകൾ എപ്പോഴും ഈ സ്ഥലത്ത് നിന്ന് വിട്ടിട്ടായിരിക്കും. ഒരു പ്രത്യേക മണമുണ്ട് ഇവിടെ, ഓഫ്കോഴ്സ് കോഴിക്കാട്ടത്തിന്റെ മണമുണ്ട്. പക്ഷെ ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഓട്ടോമേറ്റഡ് ആണ്, എല്ലാം സിസ്റ്റമാറ്റിക് ആണ്. അതായത് ഇങ്ങനത്തെ 10-20 ബിൽഡിങ്ങുകൾ ഉണ്ടാവും വലിയ ഫാമിൽ, ഇത്രയും നീളവും വീതിയുള്ള. ഓരോന്നിലും ആയിരക്കണക്കിന് 10,000 കോഴികളുണ്ട്. അപ്പോൾ ഓരോ പ്രായത്തിലുള്ള കോഴികളാണുള്ളത്. ആദ്യം ചെറിയ, പിന്നെ അതിന്റെ വലുത്, അങ്ങനെ ഓരോന്നും മാറ്റുന്ന സമയത്ത് അത് അവർ വിറ്റ് ഒഴിവാക്കുന്ന സമയത്ത് ഇതിന്റെ താഴെയുള്ള കാട്ടും അവർ മാറ്റും. അത് വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു കുത്തിവെക്കാൻ പറ്റുന്ന, ഹോർമോൺ കുത്തിവെക്കാൻ പറ്റുന്ന ഒരു സംഭവമോ കാര്യങ്ങളോ ഒന്നും എവിടെയും കാണാനില്ല. ഇതെല്ലാം വളരെ ഓപ്പണാണ്, എല്ലാം പൊതുവെ ട്രാൻസ്പെറൻറ്റുമാണ്. ഇവിടുന്ന് എവിടുന്നും കോഴിയെ വാങ്ങിക്കാൻ കിട്ടില്ല കേട്ടോ. ഭൂരിഭാഗം ഏജന്റുമാരാണ് ഇത് ഡീൽ ചെയ്യുന്നത്. വളർത്തുന്നവർ പൊതുവെ അങ്ങനെ ഒരുപാട് അൾട്രാ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നില്ല. എല്ലാവരും ചെറിയ വീടുകളും ഇതോട് ചേർന്നിട്ടുള്ള വീടുകളും സംഭവങ്ങളൊക്കെ കാണുമ്പോൾ, അവരുടെ താമസ സ്ഥലമൊക്കെ കാണുമ്പോൾ അവരങ്ങനെ അൾട്രാ റിച്ച് ആണെന്ന് തോന്നുന്നില്ല. അവർക്ക് ചെറിയൊരു ലാഭം കിട്ടാനേ സാധ്യതയുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള ഏജൻസ് എനിക്കറിയില്ല. മാത്രമല്ല ഇവിടെയുള്ള കോഴിയുടെ വിലയുടെ ഒരുപാട് കൂടുതലാണ്. നമ്മൾ ബാംഗ്ലൂരായാലും നാട്ടിലായാലും, ഇവിടുന്ന് ഇപ്പോൾ ബാംഗ്ലൂരേക്ക് ഒരു 250 കിലോമീറ്ററേ ഉള്ളൂ. കേരളത്തിലേക്കായാലും ഏകദേശം പെട്ടെന്ന് നല്ല ഹൈവേ നെറ്റ്വർക്ക്സ് ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ തമിഴ്നാട്. പെട്ടെന്ന് എത്താവുന്നേ ഉള്ളൂ മലപ്പുറത്തേക്കും തൃശ്ശൂരേക്കും കൊച്ചിയിലേക്കും ഒക്കെ കോഴിക്കോടേക്കും ഒക്കെ. അപ്പോൾ ഏജൻസാണ് കാശുണ്ടാക്കുന്നതെന്നാണ് ഇവിടെ നിന്നുള്ളൊരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത്. പിന്നെ ഇവിടെ നാടൻ കോഴികൾ ധാരാളം കിട്ടാനുണ്ട്. നമ്മുടെ നാട്ടിൽ നാടൻ കോഴി, മറ്റേ കോഴി അല്ലെങ്കിൽ നാടൻ പശു, വേറെ വിദേശ ബ്രീഡായിട്ടുള്ള പശു, ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. കോഴികളെ കൊണ്ടുവരുന്നു, അതിന് വേണ്ട ഫീഡ് കൊടുക്കുന്നു, വേണ്ട ആരോഗ്യ പ്രതിരോധ സംഭവങ്ങൾ ചെയ്യുന്നു.
എന്നല്ലാതെ വേറൊന്നും പ്രത്യേകമായി ചെയ്യുന്നില്ല എന്നാണ് ഇവിടുത്തെ ജോലിക്കാരോട് സംസാരിച്ചെന്ന് മനസ്സിലാവുന്നത്.